ഹലോ എവ്രിവൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അമ്മലും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയ കഥയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ബസ്സിലാണ് പോകുന്നത്. ഒരു 5:45 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തോടെ അവിടെ എത്തിയിട്ട് തൊഴാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത്ര നേരത്തെ തൊഴാൻ പറ്റിയില്ല. അപ്പോൾ ബസ്സിലിങ്ങനെ ഫുള്ള് ഒരു പള്ളിപ്പെരുന്നാൾ വൈബായിരുന്നു കേട്ടോ. ഫുള്ള് വെളിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ ഫുള്ള് ഭക്തിഗാനം അയ്യപ്പസ്വാമിയുടെ പാട്ടായിരുന്നു പക്ഷേ കൂടുതലുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. യൂഷ്വലി ഇവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ പാട്ടുകളാണ് ഉണ്ടാവാറ്. നമ്മുടെ ആകാശപ്പാത. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയി ഗുരുവായൂരെത്തി ഞങ്ങൾ ആദ്യം തന്നെ അവിടെ പോയി നോക്കിയിട്ടോ ക്യൂ ഒക്കെ എന്തുമാത്രം ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും കുറച്ച് നേരം നിൽക്കേണ്ടി വരുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറിയതാണ്. ആരും ഇവിടെ കയറരുത്, റബ്ബർ പോലത്തെ ദോശയായിരുന്നു. ഞാൻ ജമ്പുണ്ടെങ്കിൽ അവിടെ കയറില്ല. പിന്നെ ഈ കാണുന്ന ക്യൂ പാൽപ്പായസം മേടിക്കാനുള്ള ക്യൂ ആണ്. ഈ എന്തൊരു ക്യൂ ആയിരുന്നു പറയും. ഞങ്ങൾ തൊഴനേക്കാട്ടും കൂടുതൽ നമുക്ക് കഷ്ടപ്പാടായത് പാൽപ്പായസം മേടിക്കാനുള്ള ക്യൂ ആണ്. അനങ്ങുന്നുണ്ടായിരുന്നില്ല അത്. ഈ കാണുന്നത് മൊത്തം അമ്പലത്തിൽ ഭഗവാനെ തൊഴാനുള്ള ക്യൂ ആണ് കേട്ടോ. ഞങ്ങൾ നിന്നിരുന്ന ക്യൂ അല്ല ഇത്. ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് ഫോണും എല്ലാം അവിടെ വെക്കണമല്ലോ. ഫോണ്, ബാഗ്, സ്മാർട്ട് വാച്ച് ഇതൊന്നും അകത്തേക്ക് കയറ്റില്ല കേട്ടോ. പിന്നെ പാൻറ്റ് ഇട്ടിട്ട് ആണുങ്ങളെ അങ്ങനെയൊന്നും, പെണ്ണുങ്ങളെ ആണെങ്കിലും ചുരിദാർ ഇട്ട് കയറ്റും, അല്ലാതെ പാൻറ്റ് ടോപ്പ് ഇട്ട് അങ്ങനെയൊന്നും അവിടെ കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് പോകും. പിന്നെ അകത്ത് ക്യൂ ഒക്കെ പോയിട്ടോ. അകത്തൊക്കെ ഇങ്ങനെ കുറേ ക്യൂ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കയറി ഇറങ്ങുന്ന സ്റ്റെപ്പ് പോലെ. അതൊക്കെ മാറി ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് തൊഴാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റി. ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, കച്ചേരികൾ, പിന്നെ ഇൻസ്ട്രുമെൻസിൻ്റെ മാത്രമുള്ള കച്ചേരികൾ, തമ്പുരുവിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങളവിടെ നേരത്തോടെ എത്തിയെങ്കിലും ഒരു 3 മണി വരെയൊക്കെ അവിടെ തട്ടി അങ്ങനെ നിൽക്കുമായിരുന്നു. ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വരില്ല, അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. അപ്പോൾ ഈ കട ഞാൻ തിരഞ്ഞു പിടിച്ച് കയറിയതാണ്. ഇതിന് മുന്നേ 2 പ്രാവശ്യം ഈ കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ മോരിൻ്റെ ടേസ്റ്റ് കാരണമാണ് ഞാൻ വീണ്ടും അവിടേക്ക് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡെല്ലാം നല്ലതാണ്, മോര് പ്രത്യേകിച്ച്. പിന്നെ എല്ലാ അപ്പൂപ്പന്മാർ പോലത്തെ ആൾക്കാരാണ്. ഹിന്ദിക്കാർ കുറച്ച് പേരുണ്ട്, എന്നാലും കൂടുതലും അവർ നല്ല രസമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ തന്നെ പേരെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കടയിൽ കയറിയിട്ട് ഊണ് കഴിച്ച് നോക്കണം കേട്ടോ. വേറെ ഒന്നും ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഊണ് കഴിച്ച് നോക്കണം. നല്ല രസമാണ്. അന്നപൂർണ്ണ എന്നാണ് കടയുടെ പേര്. ഞാൻ നോട്ട് ചെയ്ത് വെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു.